ഹലോ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതിൻ്റെ തുടർച്ചയായാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന ടോപ്പിക്കിൽ നിന്നും ക്ലോക്ക്, സമയം, കോണളവ്, പ്രതിബിംബം എന്നിവയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്ന് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി വേറെ പ്രത്യേക മോഡൽസാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, KAS തുടങ്ങിയ PSCയുടെ മിക്ക പരീക്ഷകൾക്കും പ്രധാനമായും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. ഞാൻ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ തന്നെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിൽ നിന്നും ഞാൻ കുറേ മാത്സ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് കണ്ടിന്യൂഷനായിട്ട് വരുമ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒരു പെൻഡുലം ക്ലോക്ക് ഓരോ മണിക്കൂറിലും ബെല്ലടിക്കും. ഒരു ദിവസം എത്ര ബെല്ലടിക്കും? ഒരു പെൻഡുലം ക്ലോക്ക് നമുക്കറിയാമല്ലോ, ക്ലോക്ക് ഓരോ മണിക്കൂറിലും ബെല്ലടിക്കും. എങ്കിൽ ഒരു ദിവസം എത്ര ബെല്ലടിക്കും? ഒരു ദിവസം 24 മണിക്കൂറാണുള്ളതെന്ന് നമ്മൾക്കറിയാം. ആദ്യം 1 മണിയാകുമ്പോൾ ബെല്ല് 1 പ്രാവശ്യം അടിക്കും, 2 മണിയാകുമ്പോൾ 2 പ്രാവശ്യം അടിക്കും, 3 മണിയാകുമ്പോൾ 3 പ്രാവശ്യം അടിക്കും. അങ്ങനെ 24 പ്രാവശ്യം. ഇങ്ങനെ 12 മണി വരെ 24 മണിക്കൂറുണ്ട്. അതിൽ 12 മണിക്കൂർ 12 ബെല്ലടിക്കും 12 മണിയാകുമ്പോൾ. പിന്നെയും റിപ്പീറ്റ് ചെയ്ത് 1 മണി, 2 മണി, 3 മണി അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ ടോട്ടൽ എത്ര ബെല്ലടിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. 12 × 12 + 1 / 2 എന്നാണ് ഫോർമുല. എന്നുവെച്ചാൽ 1 തൊട്ട് 12 വരെയാണ് അടിക്കുന്നത്. പിന്നെയും റിപ്പീറ്റ് ചെയ്ത് 1 തൊട്ട് 12 വരെ അടിക്കും. അപ്പോൾ 12 × 12 + 1 / 2 എന്ന ഒരു ഫോർമുലയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ 12 × 13 / 2 6 × 13 78 എന്ന് കിട്ടും. അപ്പോൾ ഒരു ദിവസം അടിക്കുന്ന ബെല്ലുകൾ എത്ര എന്ന് ചോദിച്ചാൽ 12 മണിക്കൂർ അടിക്കുന്ന ബെല്ലുകളാണ് നമ്മൾക്ക് കിട്ടിയത്. 78 ബെല്ലുകൾ എന്ന് കിട്ടി. അപ്പോൾ ഒരു ദിവസം അടിക്കുന്ന ബെല്ലെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണല്ലോ. അപ്പോൾ 12 × 2 ആണല്ലോ. അപ്പോൾ 78 × 2 156. അപ്പോൾ 156 ബെല്ലുകളാണ് ഒരു ദിവസം അടിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്ലോക്കിൽ സമയം 8:45. പ്രതിബിംബത്തിൽ സമയം എത്ര? ക്ലോക്കിൽ 8:45 ആണെങ്കിൽ പ്രതിബിംബത്തിൽ സമയം എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. പ്രതിബിംബത്തിൻ്റെ സമയം കിട്ടാൻ നമ്മൾക്കിവിടെ ഒരു ഫോർമുല പോലെ അപ്ലൈ ചെയ്യാനുണ്ട്. 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി. 11:60 എന്ന് പറയുമ്പോൾ 11 മണിക്കൂറും 60 മിനിറ്റും എന്ന് പറയുമ്പോൾ 12 തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. 12 മണിക്കൂർ മണി തന്നെയാണ്, പക്ഷേ 11:60 എന്ന് എഴുതും. 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി. ഇവിടെ തന്നിരിക്കുന്ന സമയം 8:45 ആണ്. അപ്പോൾ 11:60 നിന്ന് 8:45 കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് 3:15 എന്ന് കിട്ടും. ഇവിടെ ആൻസർ 3:15 ആണ്. പക്ഷേ നമ്മൾക്ക് സമയം തന്നിരിക്കുന്നത് 11 മണിക്കും 1 മണിക്കും ഇടയിലുള്ള സമയമാണെങ്കിൽ എങ്കിൽ നമ്മൾക്ക് 11:60 നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. 23:60 നിന്ന് കുറച്ചെഴുതണം. എന്നുവെച്ചാൽ 12ൻ്റെ സ്ഥാനത്ത് 24 പോകും. അതാണ് 23:60 നിന്ന് കുറച്ചെഴുതണം. 11 മണിക്കും 1 മണിക്കും ഇടയിലുള്ള സമയമാണ് കുറയ്ക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടിയത് മനസ്സിലായല്ലോ. 3:15 എന്ന് കിട്ടും. ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോക്കിൽ സമയം 11:25. പ്രതിബിംബത്തിൽ സമയം എത്ര? ഇപ്പോൾ നമ്മൾക്കിവിടെ 11നും 1 മണിക്കും ഇടയിലുള്ള സമയമാണല്ലോ 11:25 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് 23:60 നിന്ന് കുറയ്ക്കണം എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലോക്കിലെ സമയം 11:25. പ്രതിബിംബത്തിൽ സമയം എത്ര? അപ്പോൾ ഇവിടെ 11:25 എന്ന് പറയുന്നത് 11 മണിക്കും 1 മണിക്കും ഇടയിലായ കാരണം പ്രതിബിംബത്തിൻ്റെ സമയം എന്ന് പറയുന്നത് പ്രതിബിംബത്തിലെ സമയം എന്ന് പറയുന്നത് 23:60 - 11:25 എന്ന് പറയുമ്പോൾ 12:35 എന്ന് കിട്ടും. 12:35 പ്രതിബിംബത്തിലെ സമയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്ലോക്കിൽ സമയം 8 മണി. പ്രതിബിംബത്തിൽ സമയം എത്ര? ക്ലോക്കിൽ 8 മണി എന്ന് പറയുമ്പോൾ നമ്മൾ
കറക്റ്റ് 8 അതുകൊണ്ട് നമ്മൾക്ക് 8 അങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല, 8 തന്നെ എഴുതിയാൽ മതി. 12 നിന്ന് 8 കുറച്ചാൽ പ്രതിബിംബത്തിലെ സമയം 4 മണി എന്ന് കിട്ടും. ഇവിടെ 11:60 എന്ന് എഴുതേണ്ട കാര്യമില്ല, 12 എന്ന് തന്നെ എഴുതിയാൽ മതി. കാരണം ഷാർപ്പ് 8 നിൽക്കുന്ന കാരണം. അപ്പോൾ 12 - 8 എന്ന് പറയുമ്പോൾ 4 മണി എന്ന് കിട്ടും. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര പ്രാവശ്യം ഒരുമിച്ച് വരും? ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ദിവസം എത്ര പ്രാവശ്യം ഒരുമിച്ച് വരും എന്ന് ചോദിച്ചാൽ 22 പ്രാവശ്യം ഒരുമിച്ച് വരും. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, 22 പ്രാവശ്യമാണ് ഒരുമിച്ച് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര തവണ എതിർദിശയിൽ വരും? നേരത്തെ ഒരുമിച്ച് വരുന്നതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇപ്പോൾ എതിർദിശയിൽ വരുന്നതാണ് ക്വസ്റ്റ്യൻ. എതിർദിശ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയാണ് എതിർദിശ പോകുന്നത്. അതും 22 തവണ തന്നെയാണ്. 22 തവണ തന്നെയാണ് ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എതിർദിശയിൽ വരുന്നതും 22 തവണയാണ്. ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരു ദിവസം എത്ര തവണ മട്ടക്കോണിൽ വരും? മട്ടക്കോൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി കോൺ. ഒരു ദിവസം ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എത്ര തവണ മട്ടകോണിൽ വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 44 തവണ മട്ടകോണിൽ വരും. 44 തവണ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, 44 തവണ മട്ടകോണിൽ വരും. ഒരു ദിവസം എത്ര തവണ വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 44 തവണ. ഒരു ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡുകൾ വേണം എങ്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡുകൾ വേണം? 5 മണി അടിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഇടവേള എന്ന് പറയുന്നത് 4 ഇടവേളകളാണ് ഉണ്ടാകുന്നത്. 4 ഇടവേള എന്ന് പറയുമ്പോൾ അത് 8 സെക്കൻഡ്. ഒരു ഇടവേളയ്ക്ക് 5 മണികളടിക്കാൻ 8 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് 4 ഇടവേളയുണ്ട്. 4 ഇടവേളയ്ക്ക് 8 സെക്കൻഡാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് എത്രയാണ്? 8/4, 2 സെക്കൻഡ് എടുക്കും. ഒരു ഇടവേളയ്ക്ക് 2 സെക്കൻഡ് എടുക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡുകൾ വേണം എന്നാണ്. 10 മണി അടിക്കുമ്പോൾ നമുക്കറിയാം 9 ഇടവേളകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് 2 സെക്കൻഡ് എന്ന് കിട്ടിയാൽ 9 ഇടവേളയ്ക്ക് 9 × 2 18 സെക്കൻഡ് എന്ന് കിട്ടും. 18 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 7 മണിക്കും 8 മണിക്കും ഇടയിൽ എത്ര മണിക്ക് ഒരുമിച്ച് ചേരും? ഈ ക്വസ്റ്റ്യൻ കറക്റ്റായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 7 മണിക്കും 8 മണിക്കും ഇടയിൽ എത്ര മണിക്ക് ഒരുമിച്ച് ചേരും? ഇവിടെ നമ്മൾക്ക് ഒരു ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാനുണ്ട്. ഈ 7 മണി 8 മണി എന്നുള്ളത് നമ്മൾക്ക് എക്സ് മണിയെന്നും x+1 മണിയെന്നും എടുക്കാം. അപ്പോൾ ഇവിടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ക്ലോക്കിൽ എക്സ് മണിക്കും x+1 മണിക്കും ഇടയിൽ 2 സൂചികളും ഒന്നിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് എക്സ് മണി 60/11 × എക്സ് മിനിറ്റ് എന്നാണ്. എക്സ് മണി × 60/11 × എക്സ് മിനിറ്റ് എന്നാണ് ഫോർമുല. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എക്സ് എന്ന് പറയുന്നത് 7 ആണെന്നറിയാം. അപ്പോൾ 7 × 60/11 × 7 മിനിറ്റ്. 7 മണി 420/11 മിനിറ്റ് എന്ന് കിട്ടും. അതിനെ നമ്മൾ മിശ്രഭിന്നമാക്കുമ്പോൾ 7 മണി 38 മിനിറ്റ് എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. ക്ലോക്കിൽ 5 മണിക്കും 6 മണിക്കും ഇടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും മട്ടകോണിൽ വരുന്നത് എപ്പോൾ? അപ്പോൾ മട്ടകോണിൽ വരുന്നതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എക്സ് മണി 60/11 × x+or-3 മിനിറ്റ്. അതാണ് ഇതിൻ്റെ ഫോർമുല. മട്ടകോണിൽ വരുന്നതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്
എക്സ് മണി ഇൻറ്റു 60/11 ഇൻറ്റു എക്സ് +or-3 മിനിറ്റ്. അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്താൽ എക്സ് എന്നുള്ളത് നമ്മൾക്ക് 5 എന്നെടുക്കാം. അപ്പോൾ 5 മണി 60/11 5 + 3 മിനിറ്റ് എക്സ് +or-3 ആണ്. അപ്പോൾ 5 +or-3 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ 5 മണി 60/11 5 - 3 മിനിറ്റ് എന്നും എഴുതാം. 5 + 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മണി 60/11 5 - 3 ± ആകുമ്പോൾ ഏത് വേണോ വരാം. അപ്പോൾ നമ്മൾക്ക് ആൻസർ വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 5 മണി 60/11 ഇൻറ്റു 8 മിനിറ്റ്, പിന്നെ 5 മണി 60/11 ഇൻറ്റു 2 മിനിറ്റ്. ഇങ്ങനെ 2 ആൻസറായിട്ട് കിട്ടും +or-3 വരുന്നത് കാരണം. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ 5 മണി 43 7/11 മിനിറ്റ് എന്നും 5 മണി 10/11 മിനിറ്റ് എന്നും 2 ആൻസർ കിട്ടും. കാരണം എക്സ് +or-3. അപ്പോൾ പ്ലസ് വരുമ്പോൾ ഒരു ആൻസർ കിട്ടും, മൈനസ് വരുമ്പോൾ വേറൊരു ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിൽ വരുന്നത് എപ്പോൾ? അപ്പോൾ എതിർദിശയിൽ വരുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എക്സ് മണി ഇൻറ്റു 60/11 ഇൻറ്റു എക്സ് +or-6 മണി. ഇതാണ് എതിർദിശയിൽ വരുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇപ്പോൾ നമ്മൾക്കറിയാം ഇവിടെ പക്ഷേ എക്സ് +or-6 ആണെങ്കിലും രണ്ടും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. എക്സ് എന്ന് പറയുന്നത് 6ൽ കൂടുതൽ ആയാൽ മാത്രമേ നമ്മൾ -6 എടുക്കേണ്ടി, അല്ലെങ്കിൽ എക്സ് +6 മാത്രം എടുത്താൽ മതി. അപ്പോഴിവിടെ നമ്മൾക്ക് എക്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 മണി 60/11 ഇൻറ്റു 4 + 6 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആൻസർ 4 മണി 54 6/11 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ 4 മണി 54 6/11 മിനിറ്റിലാണ് 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ മിനിറ്റ് സൂചികൾ എതിർദിശയിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്ക് ദിവസത്തിൽ 40 മിനിറ്റ് കൂടുതലായി ഓടുന്നു. രാവിലെ 5 മണിക്ക് ക്ലോക്കിൽ സമയം ശരിയാക്കി വച്ചു. പിറ്റേന്ന് വൈകുന്നേരം ആ ക്ലോക്ക് 6 മണി എന്നറിയിക്കുമ്പോൾ കൃത്യം സമയം എത്ര? ഒരു ദിവസം 24 മണിക്കൂറാണെന്ന് നമ്മൾക്കറിയാം. ആ 24 മണിക്കൂറിൽ 40 മിനിറ്റ് കൂടുതലായി ഓടുന്നു. ഇവിടെ നമ്മൾക്ക് അറിയേണ്ട സമയമെന്ന് പറയുന്നത് രാവിലെ 5 മണിക്ക് ക്ലോക്കിൽ ശരിയാക്കി വെച്ചത് പിറ്റേന്ന് വൈകുന്നേരം ആ ക്ലോക്ക് 6 മണി. അപ്പോൾ പിറ്റേന്ന് വൈകുന്നേരം 5 മണി ആകുമ്പോഴത്തേക്കും 36 24 + 12 36 മണിക്കൂറാകും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ക്ലോക്ക് ഓരോ 24 മണിക്കൂറിലും 40 മിനിറ്റ് കൂടുതലായി ഓടുന്നു. അപ്പോൾ 36 മണിക്കൂറിൽ 40 + 20 60 മിനിറ്റ് കൂടുതൽ ഓടുന്നു. അപ്പോൾ രാവിലെ 5 മണി മുതൽ പിറ്റേന്ന് 5 മണി വരെയാണ് 36 മണിക്കൂർ. അപ്പോൾ അതായത് ക്ലോക്കിൽ 1 മണിക്കൂർ കൂടുതൽ കാണിക്കും, 1 മണിക്കൂർ. അപ്പോൾ യഥാർത്ഥത്തിൽ സമയം 1 മണിക്കൂർ കുറവായിരിക്കും. 6 മണി കാണിക്കുമ്പോൾ അതിൽ യഥാർത്ഥ സമയം 1 മണിക്കൂർ കുറഞ്ഞ് 5 മണി എന്നായിരിക്കും. നേരത്തെ ചെയ്തതുപോലത്തതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ക്ലോക്കിൽ സമയം 6:30 ആകുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ സമയം. അപ്പോൾ പ്രതിബിംബത്തിൻ്റെ സമയം കാണാൻ നമ്മൾ 16:60 മൈനസ് തന്നിരിക്കുന്ന സമയം 6:30 എന്ന്. അപ്പോൾ 11 മണി കൂടുതൽ വരെയാണെങ്കിൽ നമ്മൾ 23:60 എന്നെടുക്കും. ഇവിടെയാണെങ്കിൽ 12-ന് പകരം 11:60 എന്നാണ് എടുക്കുന്നത്. കാരണം 6:30 എന്ന് പറയുന്നത് 11 മണിയേക്കാൾ കുറവായ കാരണം. അപ്പോൾ 11:60 മൈനസ് 6:30 എന്ന് പറയുമ്പോൾ 5:30. പ്രതിബിംബത്തിൽ സമയം 5:30 ആയിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ 2 വീഡിയോ ആയിട്ടാണ് ക്ലോക്ക്, സമയം, കോണളവ്, പ്രതിബിംബം അത് ചെയ്തത്.
ഈ രണ്ട് വീഡിയോയും ഇതിന് മുൻപേ ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷനായിരുന്നു ഇത്. 2 വീഡിയോയും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ എപ്പോൾ ഞാനിടുന്ന വീഡിയോ എല്ലാം കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ലതുപോലെ വാച്ച് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടുക. താങ്ക് യു.